നിസാം സെയ്ദ്, ഇത് നേരത്തെ റജീവ് പറഞ്ഞതുപോലെ UDF സർക്കാരിൻ്റെ കാലത്ത് 21 പേർ കസ്റ്റഡി മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല, നമ്മുടെ പോലീസ് സേന ഓഡിറ്റിന് വിധേയമാകുന്ന സമയത്ത് ഇത്തരം ക്രിമിനലുകൾ ഇനിയുമുണ്ട് നമ്മുടെ സ്റ്റേഷനുകളിൽ എന്നതല്ലേ ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത്. സർക്കാരിന് ഇതിൽ നിന്ന് കൈകഴുകാൻ കഴിയുമോ? നിസാം സെയ്ദ്. അരുൺ, ഞാൻ കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുള്ളയാളാണ്. ആദ്യമായി ഞാൻ പറഞ്ഞുകൊണ്ട് റെജി ലൂക്കോസ് പറഞ്ഞ കണക്ക് പച്ചക്കള്ളമാണ്. കേരളത്തിലെ UDF സർക്കാരിന്റെ കീഴിൽ 21 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളമാണ്. അതിന് യാതൊരു വിധമായ അടിസ്ഥാനവുമില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആ 2 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ ലോക്കപ്പ് മരണമോ ഒരൊറ്റ വെടിവെപ്പോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നമുക്കറിയാം, കേരളത്തിൽ എന്ത് പോലീസ് അട്രോസിറ്റി ഉണ്ടായാലും, പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടായാലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് അതിന്റെ ഗൗരവം അനുസരിച്ച് ആഭ്യന്തരമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി കണ്ട് അതിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടിയെടുക്കും. ആഭ്യന്തരമന്ത്രി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ആഭ്യന്തരമന്ത്രിയെ അത് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, അത് ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേട്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളാൻ അദ്ദേഹത്തിന് കഴിവില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ തീർത്തും നിയമവിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കുന്നു. അരുൺ പറഞ്ഞു, 17 പേർ ഈ പിണറായി ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പോലീസ് അട്രോസിറ്റീസിന് പേരിൽ, പോലീസിന്റെ അതിക്രമങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളായും ലോക്കപ്പ് മരണങ്ങളായും 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇത്രയധികം ആളുകൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്തേക്കാൾ ക്രൂരമായാണ് ആളുകൾ കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളിൽ ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി നേരിട്ടുള്ളത്, കൊല ചെയ്യപ്പെടാതെ തന്നെ വളരെ ഭീകരമായ മർദ്ദനങ്ങൾ ഈ പോലീസുകാർ നടത്തും നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഇതിന്റെ വിഷ്വൽസ് നമ്മൾക്കിപ്പോഴാണ് ദൃശ്യമായെന്നുള്ളതേ ഉള്ളൂ. പോലീസിലെ മുഴുവൻ ആളുകൾക്കും ഈ വിഷ്വൽസ് നേരത്തെ തന്നെ ദൃശ്യമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? ഈ കുറ്റക്കാരായ പോലീസുകാരെന്നുള്ളതിന് പുതിയ തെളിവൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമായ കാര്യമല്ലേ. ഈ പോലീസുകാരെ ക്രമസമാധാന ചുമതലയിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയോ? ഇവരെ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാരെ തുടരുകയായിരുന്നില്ലേ? ഇവരെ എല്ലാ സ്ഥലത്തും സംരക്ഷിക്കാനുള്ള നീക്കങ്ങളല്ലേ നടന്നിട്ടുള്ളത്? ഇത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ കണ്ടതാണ് നവകേരള യാത്ര എന്ന വഴിയിൽ മുഖ്യമന്ത്രിയുടെ ആർഭാട യാത്ര വഴിയിൽ പോലീസ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസുകാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരിക്കലും 5 മീറ്ററിനുള്ളിൽ മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ലാത്തയാളാണ്. അദ്ദേഹം ഇരുമ്പ് കമ്പി കൊണ്ട് പ്രതിഷേധക്കാരെ നിന്ന് നമ്മൾ കണ്ടു. കേരളത്തിലെ പോലീസിന് ഒരിക്കലും ഇരുമ്പ് കമ്പി ഉപയോഗിക്കാനുള്ള അധികാരമില്ല. ഒന്നുകിൽ പോലീസിന് നൽകിയിട്ടുള്ള ബാറ്റൺ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ലാത്തി ഉപയോഗിക്കണം. ഇത് രണ്ടുമല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ഇരുമ്പ് കമ്പി കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നുണ്ടോ? എന്തെങ്കിലും നടപടിയെടുത്തോ? ഈ റെജി ലൂക്കോസ് കണ്ടതല്ലേ ഈ ദൃശ്യങ്ങള്? എന്ത് നടപടിയെടുത്തോ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ പോലീസിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സമ്പൂർണമായും നിയമവിരുദ്ധമായ കാര്യങ്ങൾ കേരളത്തിലെ പോലീസിൽ നടക്കുന്നു. 17 പേരെ കൊന്ന ഈ പോലീസ് സംവിധാനത്തിന്റെ പേരിൽ ഒരു നടപടിയെടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല. ജനങ്ങൾക്ക് പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ ആവലാതി അർപ്പിക്കാൻ, ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഉള്ള ഇടമായ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഇന്ന് പൂർണ്ണമായും നിർവീര്യമായിരിക്കുകയാണ്. ജില്ലാതലത്തിൽ അവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു പോലുമില്ല. ആ കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി സമർപ്പിക്കാനോ അതിനെ കേസുകൾ കേൾക്കാനോ ഉള്ള യാതൊരു സംവിധാനവും കേരളത്തിൽ ഇന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരുടെ കൊടിയുടെ നിറം നോക്കിയാണ് ഇന്ന് പോലീസ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായി, പോലീസിനെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ആരോപണമുണ്ടായപ്പോൾ കേരളത്തിലെ ഒരു ADGP വളരെ സംശയാസ്പദമായ പശ്ചാത്തലമുള്ള ഒരാളെ സന്ധി സംഭാഷണങ്ങൾക്കായി പറഞ്ഞയക്കാൻ നമ്മൾ കണ്ടു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പൂരം കലക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു, അതിന്റെ ഗുണം അനുഭവിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു നമുക്കറിയാം.
അങ്ങനെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുന്നു, പോലീസിനെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായി സംഭവിക്കുന്നത് പോലീസ് പൂർണ്ണമായും സാധാരണ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിർവീര്യരായി മാറിയിരിക്കുകയാണ്. പോലീസിനെ ആ അർത്ഥത്തിൽ ക്രിമിനലുകളായ പോലീസുകാരെ കൈയഴിച്ചു വിട്ടിരിക്കുകയാണ്, നിയന്ത്രണമില്ലാതെ വിട്ടിരിക്കുകയാണ്. നിസ്സംശയം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. യെസ്, അതാണ് ഞാൻ നിസ്സംശയം അങ്ങയിലേക്ക് തിരിച്ചു വരാം.